വളരെ മോശപ്പെട്ട എംപ്ലോയറുടെ അണ്ടറിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന കാലമൊക്കെ അവസാനിച്ചു ഗൈസ്. വർക്ക് പെർമിറ്റും പേപ്പർ വർക്കും കാരണം ഒരുപാട് ആളുകൾ മോശം എംപ്ലോയറുടെ അണ്ടറിൽ കഷ്ടപ്പെട്ട് നിൽക്കുന്നുണ്ട്. സോ ഇനി മുതൽ നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തന്നെ പുതിയൊരു ഓപ്ഷൻ തന്നിരിക്കുകയാണ്. ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മഴയൊക്കെ മാറിയിട്ട് നല്ല വെതറായിട്ടുണ്ട്. നമുക്കിവിടെ ആണെങ്കിൽ നമ്മുടെ സ്ട്രോബെറി ചെറിയുടെയൊക്കെ ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ചെറിയ മരത്തിൻ്റെ താഴെയാണ്. ഇതിൽ കംപ്ലീറ്റ് ഈ വർഷം നന്നായിട്ട് ചെറി വന്നിട്ടുണ്ട്. സോ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് എല്ലാം ഒന്ന് പഴുത്ത് പാകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫോറിനേഴ്സ് ആക്റ്റിൽ വന്നിട്ടുള്ള ചേഞ്ചസൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ആളുകൾ എനിക്ക് മെയിലായിട്ടൊക്കെ അയച്ചുള്ള ഒരു കാര്യമാണ്, ഒരുപാട് ആളുകൾ ഈസി ആയിട്ട് ഈ എംപ്ലോയറിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോസസ്സിങ്ങിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ ഇവിടെ നിൽക്കുന്നവരെ സംബന്ധിച്ച് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. സോ ഞാൻ ഇന്ന് അതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ജോലി മാറാനുള്ള സ്വാതന്ത്ര്യം ഗൈസ്, നമ്മളിവിടെ ഓൾറെഡി ഉണ്ടായിരുന്നവർ നമ്മൾ ലേബർ മാർക്കറ്റിംഗ് ടെസ്റ്റൊക്കെ നടത്തിയിട്ട് നമ്മൾ വീണ്ടും പേപ്പർ വർക്കൊക്കെ ഇട്ട് ആ പേപ്പർ ആയതിനു ശേഷം മാത്രമാണ് ലീഗലി ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം, ചില കമ്പനികൾ അല്ലാതെ തന്നെ ജോബ് സ്റ്റാർട്ട് ചെയ്യും, ജസ്റ്റ് കോൺട്രാക്ട് സൈൻ ചെയ്ത് തന്നെ ജോബ് സ്റ്റാർട്ട് ചെയ്യാറുമുണ്ട്. സോ നമ്മൾ നോർമലി ലീഗൽപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പേപ്പർ പെർമിറ്റ് ഗ്രാൻഡ് ആയാലും മാത്രമേ നമുക്ക് പുതുതായിട്ടുള്ളൊരു ജോലിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നിയമത്തിൽ ഇളവ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ, എക്സാമ്പിൾ പറഞ്ഞു തരാം. എനിക്കിപ്പം എൻ്റെ വർക്ക് പെർമിറ്റ് 2028 ഒരു ഡിസംബർ വരെ ഉണ്ടെന്ന് നിങ്ങൾ കരുതിക്കോളൂ. സോ എനിക്ക് ഡിസംബർ വരെ ഉണ്ട്. എനിക്ക് അടുത്ത മാസം തന്നെ വേറൊരു ജോലി കിട്ടിയെന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും പുതിയ പെർമിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, എനിക്ക് ജോബ് സ്റ്റാർട്ട് ചെയ്യാം, പെർമിറ്റിൻ്റെ വർക്ക് അവിടെ നടന്നോളും. അതായത് നമ്മൾ ഈ പെർമിറ്റിൻ്റെ കാലാവധിയിൽ ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിലൊരു ബിഗ് ചേഞ്ച് വന്നിട്ടുണ്ട്. സോ ക്രൊയേഷ്യയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് വളരെ 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 നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ലോയിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ എന്നൊന്നുമില്ല. നമ്മൾ ഏതായാലും നമുക്ക് വേറെ തസ്തികയിലേക്ക് മാറാനോ അല്ലെങ്കിൽ വേറെ കമ്പനിയിലേക്ക് മാറാനോ നമുക്ക് ഓൾറെഡി പെർമിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ പെർമിറ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെറുതെ വീട്ടിലിരിക്കേണ്ട, നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. ക്രൊയേഷ്യയിൽ ആദ്യമായിട്ട് വന്ന് ഒരു എംപ്ലോയറുടെ കീഴിൽ 6 മന്ത്സ് ലീഗലായിട്ട് വർക്ക് ചെയ്ത ആളിന് മാത്രമേ ഇങ്ങനെ മാറാൻ പറ്റുള്ളൂ കേട്ടോ. അതിലൊരു ഇളവുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ ക്രൊയേഷ്യയിൽ വന്നു, ഫസ്റ്റായിട്ട് വന്നു, 2 മന്ത്സ് ജോലി ചെയ്തു ഒരു എംപ്ലോയറുടെ അടുത്ത്, അയാൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സാലറി തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ മാറാം. 6 മാസം വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. പക്ഷേ നിങ്ങൾ അത് ഷോ ചെയ്യേണ്ടി വരുമായിരിക്കും. അതായത് നിങ്ങൾക്ക് അക്കൗണ്ടിൽ സാലറി ഒന്നും വന്നിട്ടില്ല, നിങ്ങളെ സാലറി എടുക്കാതെ നിങ്ങളിങ്ങനെ വർക്ക് ചെയ്യിക്കുകയാണ്, പിന്നെ നിങ്ങളുടെ കോൺട്രാക്ട് പേപ്പർ തുടങ്ങിയ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് അത് നോട്ടിഫൈ ചെയ്യാം. അതുകൊണ്ട് എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ എംപ്ലോയറുടെ അടുത്ത് നിന്ന് മാറണം, എനിക്ക് വേറൊരു ജോലി കിട്ടി എന്നുള്ളത് നമ്മൾ മുപ്പിൽ, അതായത് നമ്മൾ പോലീസ് അഡ്മിനിസ്ട്രേഷൻ പോയിട്ട് നമ്മളത് ധരിപ്പിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു കമ്പനിയിലേക്ക് മാറാനുള്ള സാധ്യതകൾ തുറന്നു തരും. പിന്നെ ഓൾറെഡി വർക്ക് പെർമിറ്റൊക്കെ കയ്യിലുള്ളവർ പുതിയൊരു ജോലി കിട്ടുമ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം പോയി ജോലി ചെയ്യരുത്. അതായത് നമ്മൾ കുറേ നാളുകൊണ്ട് കേൾക്കുന്നുണ്ട് ഓപ്പൺ വർക്ക് പെർമിറ്റ് എന്ന്. ആ സംഭവമാണിത്. പക്ഷേ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഓടിപ്പോയിട്ട് പെർമിറ്റ് ആവാതെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോയി ജോലി ചെയ്യരുത്. നിങ്ങൾ മസ്റ്റായിട്ട്, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, നമ്മുടെ എംപ്ലോയ്മെൻറ്റ് സർവീസിൽ ഹസസിൽ പോയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും നോട്ടിഫൈ ചെയ്യുക നിങ്ങൾ അൺഎംപ്ലോയിഡ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ മുപ്പ് വഴി തന്നെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഒരു കാര്യമാണ് നമ്മുടെ താമസ സൗകര്യവും ആനുകൂല്യങ്ങളും. അതായത് നമ്മുടെ സാലറിയുടെ 30% താഴെ മാത്രമേ നമ്മുടെ ഒരു മാസത്തെ റെൻറ്റ് വരാൻ പാടുള്ളൂ എന്നതാണ് ഒരു കാര്യമുള്ളത്. അതുപോലെ മുമ്പ് ഞാൻ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. 14 മീറ്റർ സ്ക്വയർ പെർ ഹെഡ് എന്ന രീതിക്കാണ്. അതിൽ പ്രോപ്പറായിട്ട് എല്ലാ സൗകര്യവും വേണം, പ്രോപ്പർ വെന്റിലേഷൻ വേണം, തുടങ്ങിയ കാര്യങ്ങളെല്ലാം വേണം. കാര്യം ആ ഒരു പ്രോപ്പർ ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് അക്കോമഡേഷൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. അത് ഫാമിലി ആയിട്ട് താമസിക്കുന്നവരെ ബാധിക്കില്ല കേട്ടോ. ഇപ്പോൾ ഫാമിലി ആയിട്ട് ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഒരു ഫാമിലിയിൽ 4 പേർക്ക് ആ അപ്പാർട്ട്മെൻറ്റിൽ സ്റ്റേ ചെയ്യാം. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് ആണ് ഈ നിയമം കൂടുതലായിട്ട് ബാധകമായിട്ടുള്ളത്. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ഹയർ ചെയ്യുന്ന കമ്പനികൾ അവർ ബ്ലോക്ക് ചെയ്തേക്കുകയാണ്. ഗവൺമെൻറ് അവർക്ക് എടുക്കാൻ പറ്റില്ല എന്നൊരു കാര്യം മുമ്പോട്ട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് പെർമിറ്റ്സ് സ്റ്റക്കെന്ന് മാത്രമല്ല ഒരുപാട് ഇതിനോടകം ക്യാൻസൽ ആയിട്ടുണ്ട്. അതൊരു പക്ഷേ നിങ്ങളുടെ പെർമിറ്റും ക്യാൻസൽ ആയിരിക്കാം, നിങ്ങളിലേക്ക് ആ ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് എത്താത്തതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ 2026 വന്ന ലോസ് എല്ലാം തന്നെ സൂപ്പറായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഞാൻ ഇതിന് മുമ്പെല്ലാം ചെയ്തിരുന്ന കഴിഞ്ഞ വർഷത്തെ എല്ലാ ലോസിനെയും വെച്ചിട്ട് ഈ പ്രാവശ്യത്തത് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടാണ് തോന്നിയത്. കുറേ കാര്യങ്ങൾ നമ്മൾക്ക് എന്തായിരുന്നു ആവശ്യം അത് വന്നു. എന്നാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓക്കെ അല്ലാത്തതുകൊണ്ട്
ബട്ട് സ്റ്റിൽ എനിക്ക് വളരെ ഗുഡായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നിങ്ങൾക്ക് ഈ ലോയൊക്കെ നന്നായിട്ട് തോന്നിയോ? അല്ലെങ്കിൽ ഇതിലെ ഏതെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലുമൊക്കെ ഇതിലെ പോയിന്റ് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. അതുപോലെ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടൊക്കെ തോന്നിയാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇമോജി മാത്രമല്ല ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ റൈറ്റിംഗ് ആയിട്ട് ഇടുക, എന്നാലേ എൻ്റെ വീഡിയോ റീച്ച് ആവുള്ളൂ. അതുകൊണ്ടാണ്. സോ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.